ഇപ്പോൾ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വീട്ടിലേക്കുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പർച്ചേസാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തറയിൽ ഫയർ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ പോയത്. ആദ്യം നമുക്ക് ആ ഷോപ്പിലെ കുറച്ച് പ്ലാന്റ്സ് കാണാം. അതിനുശേഷം ഞാൻ പർച്ചേസ് ചെയ്ത പ്ലാന്റ്സിൻ്റെ പോട്ടിങ് കാണിക്കാം. സ്റ്റേഷനടുത്ത് വൈക്കം റോഡിലാണ് ഈ ഷോപ്പ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കറിവേപ്പില പോലെ നിൽക്കുന്ന പ്ലാന്റ് നല്ല ഭംഗിയുണ്ട്. കറിവേപ്പില പോലെ നിൽക്കുന്ന പ്ലാന്റ്. പക്ഷേ എനിക്കിത് എത്രത്തോളം എൻ്റെ സ്പേസിന് വർക്കൗട്ട് ആവുമെന്നറിയില്ല. ഇത് വലിയ പോട്ടി വെക്കുന്ന സ്നേക്ക് പ്ലാന്റ് അല്ലേ? ഫൈബർ അല്ലെങ്കിൽ സിറാമിക് മതി. എവിടെ? ഞാൻ വാങ്ങിച്ച ഒരു പ്ലാന്റ് ഫിഡിൽ ലീഫി പ്ലാന്റിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ. ഈ പ്ലാന്റിന് 150 രൂപയാണ് ഞാൻ കൊടുത്തത്. ഇൻഡോർ പ്ലാന്റിൻ്റെ ഈ പോട്ട്സൊക്കെ ഞാൻ നേരത്തെ വാങ്ങി വെച്ചിരുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പോട്ടിംഗ് മിക്സ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നോർമൽ സോയിൽ, ചകിരിച്ചോറ്, പെർലൈറ്റ്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം ഉണങ്ങിയത്, സുഡോമോണസ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഇനി നമ്മുടെ ഫിഡിൽ ലീഫി പ്ലാന്റ് ഇതിലേക്ക് നട്ടു കൊടുക്കാം. ഈ പ്ലാന്റ് കുറച്ച് വലിപ്പം വെച്ചെങ്കിലൊന്നോർത്ത് കുറച്ച് വലിപ്പമുള്ള സിറാമിക്കിൻ്റെ ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേഴ്സറിയിൽ നിന്ന് കിട്ടിയ മണ്ണ് ചെടിയുടെ ചോടിൽ നിന്ന് മുഴുവനായിട്ട് കളയുന്നില്ല കേട്ടോ. ഇപ്പം കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ചെടി വളർന്നു വരുന്നതനുസരിച്ച് നമുക്ക് പോട്ടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ മറ്റ് ഇൻഡോർ പ്ലാന്റ്സ്. ഒരു പോട്ടിലേക്ക് നമുക്ക് മോൺസ്റ്റെറ പ്ലാന്റ് നട്ടു കൊടുക്കാം. നട്ടതിന് ശേഷം പ്ലാന്റ് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. ചെടികൾ നടുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ചെടികൾ നനച്ചതിന് ശേഷം ചുവട് കൈകൊണ്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കണം. ചെടി ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ എല്ലാ ദിവസവും നനയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ജെയ്ഡ് പ്ലാന്റും ഇതേ രീതിയിൽ തന്നെ നട്ടു കൊടുക്കാം. ഇതായി നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു ഇൻഡോർ പാമാണ്. അത് നടാനുള്ള പോട്ട് വാങ്ങിയിട്ടില്ല. അത് കാരണം പിന്നെയാണ് നടുന്നത്.
ഞാൻ വാങ്ങിയ ഈ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം. മൂൺഷൈൻ ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ നല്ല പ്ലാന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കൂടാതെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്